മലപ്പുറത്ത് ഞായറാഴ്ച നടന്ന സ്വതന്ത്ര ലോകം സെമിനാറിൽ സമാപന പ്രഭാഷണമായി ഞാൻ അവതരിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പലരും യൂട്യൂബിലെ വിവിധ ചാനലുകളിൽ നിന്നായിട്ട് കേട്ടിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. എന്തായാലും ആ പ്രഭാഷണം ഞാൻ അവിടെ പൂർത്തിയാക്കിയിരുന്നില്ല. സമയക്കുറവ് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഏതാണ്ട് 3/4 ഭാഗം പറഞ്ഞ് ബാക്കി നിർത്തിയതാണ്. അവസാന ഭാഗം പറയാനിരുന്ന പ്രധാന കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ കുറച്ച് ഭാഗങ്ങൾ കൂടി അവതരിപ്പിക്കുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്നായിരുന്നു നമ്മൾ അതിന് ടൈറ്റിൽ കൊടുത്തിരുന്നത്. അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ള കാരണം ആരിഫ് ഹുസൈനും ഹൈത്തമി ഉസ്താദും തമ്മിൽ നടന്ന തിരൂർ സംവാദത്തിൽ ഉസ്താദിൻ്റെ കൺക്ലൂഷനായിട്ട് അവതരിപ്പിച്ച ഒരു പ്രധാന പോയിൻ്റായിരുന്നു, ഇനി അഥവാ ഞങ്ങൾ പറയുന്നത് പോലെ ഒരു ദൈവവും ഒരു മതവും ഒക്കെയാണ് ശരിയെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. നേരെ മറിച്ച് നിങ്ങൾ പറയുന്നത് പോലെ ഇതൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്കും നഷ്ടമില്ല, ഞങ്ങൾക്കും നഷ്ടമില്ല. അപ്പോൾ പിന്നെ ഉണ്ട് എന്ന് കരുതുന്നതല്ലേ കൂടുതൽ ലാഭകരം എന്ന ഒരു ചോദ്യം ഉസ്താദ് അവിടെ ചോദിച്ചിരുന്നു. ഇത് ഉസ്താദിൻ്റെ ഒരു ചോദ്യം മാത്രമല്ല, ഞാനൊക്കെ ഒരു 10-40 കൊല്ലമായിട്ട് വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണത്. കാരണം എല്ലാം പറഞ്ഞ് ഉത്തരം മുട്ടുമ്പോൾ അവസാനം ഇവർക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, എന്നാൽ പിന്നെ അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന മട്ടിലെങ്കിലും വിശ്വസിച്ചാൽ അതല്ലേ നല്ലത് എന്ന ചോദ്യം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യമായിരുന്നു, നിങ്ങളിപ്പോൾ ഒരു പഴയ വീട്, തറവാട്ട് വീട്, അതെല്ലാം പൊളിച്ചു കളയണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജീർണിച്ചിരിക്കുന്നു, ചീത്തയായിരിക്കുന്നു, അതുകൊണ്ട് അത് പൊളിച്ചു കളയണമെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങൾ പകരം ആ വീട് പൊളിച്ചിട്ട് എവിടെ പോയി താമസിക്കും, പകരം ഏതാണ് വീട് എന്ന് നിങ്ങൾ പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നായിരുന്നു ചോദ്യം. ഈ ചോദ്യവും വളരെ മുമ്പ് തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ചോദ്യമാണ്. ഈ 2 ചോദ്യങ്ങൾക്കും നിരവധി തവണ പല വേദികളിൽ ഞാൻ തന്നെ മറുപടി നൽകിയിട്ടുള്ളതുമാണ്. പക്ഷേ എത്ര മറുപടി പറഞ്ഞാലും ഇവർ പുതിയ ചോദ്യം എന്ന മട്ടിൽ ഓരോ സദസ്സിലും വന്നിട്ട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്ക് മറുപടിയല്ല ആവശ്യം, അവർ ഓഡിയൻസായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താനും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ടതെന്ന് അവർ കരുതുന്ന ഇത്തരം ചില ബൂമറാങ്ങുകൾ എടുത്തിട്ട് എറിയുകയാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിനുശേഷം ഈ സംവാദത്തിന് ശേഷം പിന്നീട് അനുബന്ധമായിട്ട് കുറേ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ യൂട്യൂബിലും മറ്റും നടക്കുന്നുണ്ട്. ഈ ഉസ്താദ് തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, വിശ്വാസം കൊണ്ട് വിശ്വാസികൾക്ക് വലിയ ആശ്വാസം കിട്ടുന്നുണ്ട്, എന്നാൽ ഈ വിശ്വാസത്തിൽ നിന്ന് അവരെ പറിച്ചെറിയുമ്പോൾ നിങ്ങൾക്ക് പകരം അവർക്ക് ആശ്വാസം നൽകാൻ എന്തുണ്ട് എന്ന ചോദ്യം. അതും മറ്റേ ചോദ്യത്തിൻ്റെ വീട് പൊളിക്കുന്നതിൻ്റെ വേറൊരു വശമാണ്. ഈ വിശ്വാസം കൊണ്ട് ആശ്വാസം കിട്ടുന്നുണ്ട്, പക്ഷേ വിശ്വാസമില്ലാതായാൽ പിന്നെ ആശ്വാസം കിട്ടാതായി പോകുമല്ലോ എന്നുള്ള ഒരു പരാതി. ഇങ്ങനെയുള്ള കുറച്ച് വളരെ ഫണ്ടമെൻ്റൽ എന്ന് അവർ കരുതുന്ന കുറച്ച് ചോദ്യങ്ങൾ, ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം കൂടി ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായി പറയാൻ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ സമയക്കുറവുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ ആദ്യം നമുക്ക് ഈ ആശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോവാം. വിശ്വാസം കൊണ്ട് മനുഷ്യർക്ക് ആശ്വാസം കിട്ടുന്നു എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായി എന്തുകൊണ്ട് മനുഷ്യർ ഇങ്ങനെ വിശ്വാസങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ്. മനുഷ്യർക്ക് ശാസ്ത്രബോധവും ശാസ്ത്രീയമായ വിജ്ഞാനവും ഒക്കെ വളർന്ന് വികസിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ പ്രാഥമികമായിട്ടുള്ള ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മനുഷ്യർ പോരാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ അവരുടെ അതിജീവനത്തിന് വേണ്ടി
പ്രകൃതിയിലേക്ക് നോക്കിയപ്പോൾ പ്രകൃതി അവരുടെ അതിജീവനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒട്ടേറെ പ്രതിഭാസങ്ങളെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. അതിനൊന്നും കൃത്യമായ ശാസ്ത്രീയമായ കാരണങ്ങൾ കണ്ടെത്താനോ പരിഹാരങ്ങൾ കണ്ടെത്താനോ കഴിയാതിരുന്ന കാലത്ത് മനുഷ്യർ എന്തെങ്കിലുമൊക്കെ സങ്കല്പങ്ങളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആശ്വാസം കൊള്ളുകയായിരുന്നു പതിവ്. ഉദാഹരണം പറഞ്ഞാൽ പ്രകൃതിയിലുണ്ടാകുന്ന മാരകമായ പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, ഭക്ഷ്യക്ഷാമം പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മനുഷ്യർ അവരുടെ അതിജീവനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളെ പ്രകൃതിയിൽ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിച്ചു വന്നിരുന്നത്. അതിൻ്റെ ഒന്നും യഥാർത്ഥ കാരണം മനുഷ്യർക്ക് അന്ന് അറിവുണ്ടായിരുന്നില്ല. യഥാർത്ഥ കാരണം അന്വേഷിച്ചറിയാനുള്ള ജ്ഞാനമാർഗങ്ങളും അവരുടെ മുമ്പിൽ വികസിച്ചിരുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായും മനുഷ്യൻ്റെ മസ്തിഷ്കം ഷോർട്ട് കട്ട് എന്ന നിലയിൽ കണ്ടെത്തുന്ന ചില സങ്കല്പങ്ങളും ഭാവനകളും അതാണ് വിശ്വാസങ്ങളായി രൂപപ്പെട്ടത്. അത്തരം സങ്കല്പങ്ങളിലും ഭാവനകളിലും മനുഷ്യർ കണ്ടെത്തിയ കാര്യങ്ങൾ അവർ ഫേസ് ചെയ്തിരുന്ന കാര്യങ്ങളുടെ കാരണങ്ങളായിട്ട് അവർ പരിഗണിക്കുകയും ആ കാരണങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ അതേ രീതിയിൽ കണ്ടെത്തിയ ചില പരിഹാര മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വസൂരി രോഗം വന്ന് ആളുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുമ്പോൾ വസൂരി രോഗം ഉണ്ടാവുന്നത് ഏതോ ഒരു ദുർദേവതയുടെ കോപം കൊണ്ടാണ് എന്ന് സങ്കല്പിക്കുകയും പരിഹാരമായി ആ ദുർദേവതയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നരബലിയും മൃഗബലിയും കുരുതിയും ഒക്കെ നടത്തുകയും ആണ് അന്ന് കാലത്ത് ചെയ്തിരുന്നത്. ഇത് ഞാൻ ഒരു ഉദാഹരണം എന്ന നിലക്ക് പറഞ്ഞതാണ്. ഇതുപോലെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ പ്രകൃതിയിൽ കൊടുങ്കാറ്റുണ്ടാകുന്നു, കാട്ടുതീ ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും അതെല്ലാം ദൈവങ്ങളുടെ കോപം കൊണ്ടാണ് എന്ന് അന്ന് മനുഷ്യർ കരുതിയിരുന്നു. ദൈവങ്ങൾ എന്നല്ല, എന്തോ ചില പ്രകൃതി അതീതമായിട്ടുള്ള ശക്തികൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് നമ്മളോട്, മനുഷ്യരോട് കോപം തോന്നുന്നത് കൊണ്ടാണ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതാണ് മനുഷ്യൻ്റെ ആദ്യകാലത്തെ വിശ്വാസങ്ങളുടെ ഒരു ഉറവിടം എന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾക്ക് കാരണം കണ്ടെത്താനുള്ള ശരിയായ മാർഗം അവലംബിക്കുന്നതിന് പകരം മനുഷ്യരുടെ മസ്തിഷ്കം ഷോർട്ട് കട്ടിലൂടെ കണ്ടെത്തിയ ചില കാരണങ്ങളും അതിന് അതേ രീതിയിൽ കണ്ടെത്തിയ ചില പരിഹാരങ്ങളും അതായിരുന്നു വിശ്വാസങ്ങളായി രൂപപ്പെട്ടത്. ആ വിശ്വാസങ്ങൾ വികസിച്ചിട്ടാണ് ഇന്നുള്ള മതങ്ങളും ദൈവങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും മനുഷ്യർക്ക് കാര്യങ്ങൾക്ക് കാരണം അറിയാത്ത കാലത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഇതുപോലെ സാങ്കല്പികമായ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആശ്വാസം കൊള്ളുക എന്നത് അവരുടെ മസ്തിഷ്കത്തെ ബാലൻസ് ചെയ്യാൻ അവർക്ക് ഉപകരിച്ചിരുന്നു എന്നത് ശരിയാണ്. ഇന്നും വിശ്വാസങ്ങൾ അത്തരത്തിൽ മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നു എന്നതും മനഃശാസ്ത്രപരമായിട്ട് ശരിയാണ്. പക്ഷെ നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ കാര്യകാരണ ബന്ധങ്ങളെ മനസ്സിലാക്കാനുള്ള ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രമൊക്കെ വികസിച്ച ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ, അതിൻ്റെ ശരിയായ കാരണങ്ങൾ കണ്ടെത്തി ആ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതി. അങ്ങനെ പരിഹാരം കണ്ടെത്തുമ്പോൾ നമുക്ക് കൂടുതൽ ആശ്വാസമുണ്ടാവും. ഇന്നിപ്പോൾ നമുക്കൊരു അപകടം പറ്റിയാൽ അല്ലെങ്കിൽ ഒരു രോഗം വന്നാൽ നമ്മളാരും ദൈവങ്ങളുടെ മുമ്പിലല്ല ആശ്വാസം തേടിപ്പോകുന്നത്, ഡോക്ടർമാരുടെ മുമ്പിലേക്കാണ് നമ്മൾ ഓടിപ്പോകുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ഇന്ന് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി അഭയം തേടുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രമാണ്. ആ വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാരാണ്. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ, അപകടം സംഭവിച്ചാൽ, ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും തൽക്കാല ആശ്വാസത്തിന് വേണ്ടി. പക്ഷെ ആ പ്രാർത്ഥന കൊണ്ട് വലിയ ഫലമൊന്നും ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ നേരെ വണ്ടിയെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ഏത് പ്രശ്നവും, ഇത് രോഗം വന്നാലുള്ള പ്രശ്നമല്ല, അപകടം വന്നാലുള്ള പ്രശ്നമല്ല, നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നത്തിനും ഇതുപോലെ ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളാണ് നമ്മൾ തേടേണ്ടത്. ശാസ്ത്രീയമായ
കാര്യകാരണ അന്വേഷണമാണ് നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫലപ്രദമായ ആശ്വാസം കിട്ടും. അങ്ങനെയുള്ള മാർഗങ്ങളൊന്നും ഇല്ലാത്ത നിസ്സഹായമായിട്ടുള്ള ഘട്ടങ്ങളിൽ ആശ്വാസം തേടാൻ വേണ്ടി മനുഷ്യർ വിശ്വാസങ്ങളെ അവലംബിക്കുന്നു എന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വിശ്വാസങ്ങളെ അവലംബിക്കുമ്പോൾ നമ്മൾ ശരിയായ കാരണം കണ്ടെത്താനും ശരിയായ പരിഹാരം തേടാനുമുള്ള സാധ്യതകളെ ഇല്ലാതാക്കരുത് എന്നതാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇത്തരം വിശ്വാസങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഈ വിശ്വാസങ്ങൾക്ക് പിന്നിൽ അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പ്രാകൃതകാലത്തെ മനുഷ്യൻ്റെ അറിവുകേടും അറിവ് അന്വേഷിക്കാനുള്ള ശരിയായ മാർഗം അവലംബിക്കായികയുമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ ആശ്വാസം കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ശാസ്ത്രബോധത്തോടുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ നമുക്ക് ആശ്വാസം ലഭിക്കും, നമുക്ക് വളരെയേറെ സമാധാനവും ലഭിക്കും. ഇപ്പം നമ്മൾ മരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മരിക്കരുത് എന്നത് നമ്മുടെ ഒരു ആഗ്രഹവുമാണ്. ഇവിടെ ഈ യാഥാർത്ഥ്യവും നമ്മുടെ ആഗ്രഹവും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടാൻ നല്ലത് നമ്മൾ മരിച്ചാലും ജീവിക്കും എന്ന ഒരു വിശ്വാസമാണ്. അങ്ങനെയാണ് പുനർജന്മം അല്ലെങ്കിൽ പരലോകം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവുന്നത്. അതനുസരിച്ച് മനുഷ്യർ അതിൽ ആശ്വാസം കൊള്ളുകയാണ്. എന്തായാലും മരിച്ചാലും നമുക്ക് ഇനി വേറൊരു ജന്മമുണ്ട്, അവിടെ നമുക്ക് സുഖമായി ജീവിക്കാം, അതല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ വീണ്ടും പുനർജനിക്കും എന്നൊക്കെ വിശ്വസിച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിക്കുന്നതിന് മുമ്പ് ഒരു ആശ്വാസം കൊള്ളാമെന്നേ ഉള്ളൂ. പക്ഷെ അത് യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുന്നയാൾ ആ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുകയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല എന്ന തിരിച്ചറിവിലൂടെ നമ്മൾ മരണഭയത്തെ പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യബോധമുള്ള ആരും ചെയ്യേണ്ടത്. കാരണം മരിക്കുന്നത് വരെയുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നോ നമ്മുടെ അവസ്ഥ, അന്ന് നമ്മളേ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് പോലും തെറ്റാണ്. അതേപോലെയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല. അതുകൊണ്ട് നമ്മളൊന്നും അറിയേണ്ടതില്ല. നമുക്ക് വേദനകളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഞാൻ ജീവിച്ചിരിക്കുന്നില്ലല്ലോ എന്ന നിരാശയോ ഒന്നും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മരണം എന്നുള്ള ആ ഒരു ഭയം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഇതൊക്കെ അനുഭവിച്ചറിയുന്ന ഒരാളെന്നുള്ള നിലക്കാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ ആശ്വാസം കണ്ടെത്തുക എന്നതല്ല, യാഥാർത്ഥ്യബോധത്തെ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണുക എന്നതാണ് ശരിയായ രീതി. പിന്നെ വിശ്വാസം കൊണ്ട് ആശ്വാസം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് വിശ്വാസം ശരിയാണ് എന്ന് വാദിക്കുന്ന ആളുകൾക്ക് മറ്റൊരു മറുപടി കൂടി പറയാനുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ആശ്വാസം നൽകുന്നു അതേപോലെ തന്നെ ഇവിടെ ആയിരക്കണക്കിന് വൈവിധ്യമാർന്ന വിശ്വാസങ്ങളുള്ള ആളുകളുണ്ട്. അവർക്കെല്ലാം അവരുടെ വിശ്വാസങ്ങളും ആശ്വാസം നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ വിശ്വാസമാണ് ശരിയെന്നും മറ്റവരുടെ വിശ്വാസം തെറ്റാണ് എന്നും പറഞ്ഞിവിടെ മതം പ്രചരിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണ് നിങ്ങളുടെ ഈ ചോദ്യം അനുസരിച്ച് തന്നെ ഉള്ളത്? ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അമൃതാനന്ദമയി എന്ന ആൾദൈവത്തിനെ പോയി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ ആശ്വാസം കിട്ടുന്നുണ്ട്. അത് എവിടെയോ ഇല്ലാത്ത, കാണാൻ പോലും പറ്റാത്ത ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ മനുഷ്യർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് കാണുന്ന ദൈവങ്ങളിൽ പോയി നേരിട്ട് കണ്ടും കെട്ടിപ്പിടിച്ചും ആശ്വാസം കൊള്ളുന്ന ആൾദൈവങ്ങളിൽ പോയിട്ട് ശരണം പ്രാപിക്കുമ്പോൾ. അതുപോലെ തന്നെ വേറൊരാൾ ദൈവത്തിൻ്റെ ഒരു മോതിരമോ അല്ലെങ്കിൽ ഒരു ചരടോ കയ്യിലോ കഴുത്തിലോ കെട്ടുമ്പോൾ ഒരാൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. ഒരു തങ്ങൾ മന്ത്രിച്ച് ഊതിക്കൊടുത്ത ഒരു നൂല് കഴുത്തിൽ കെട്ടുമ്പോൾ ഒരാൾക്ക് വലിയ ആശ്വാസം കിട്ടുന്നുണ്ട്. മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ആശ്വാസം കിട്ടുന്നു എന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു മതക്കാരുടെ വിശ്വാസത്തിന് മാത്രമുള്ള ഒരു ഗുണമല്ല. തുല്യമായ ആശ്വാസം മറ്റെല്ലാ അന്ധവിശ്വാസങ്ങളിലൂടെയും മനുഷ്യർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു വിശ്വാസത്തെയും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ലാതാവുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസമാണ് ശരി, മറ്റവൻ്റെ വിശ്വാസം തെറ്റാണ് എന്ന് പറയുന്നതിൽ നിങ്ങളുടെ ഈ ഒരു ലോജിക്ക് അനുസരിച്ച് തന്നെ യാതൊരു അർത്ഥവുമില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇതാണ് വിശ്വാസം തന്നെ ആശ്വാസം എന്ന ഈ ഒരു വാദത്തിന് മറുപടിയായിട്ട് തൽക്കാലം പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം, വീടിൻ്റെ പ്രശ്നത്തിലേക്ക് കിടക്കാം. വീട് പൊളിക്കുന്നത് ഇത് ഒരു മെറ്റഫറാണ്, നല്ല മെറ്റഫറാണ്. ഞാനും ഇതേ മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ എതിർവാദങ്ങൾ എത്രയോ തവണ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്.
ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരനുഭവം തന്നെ കാണിക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് ഞാൻ ജനിച്ച് വളർന്ന, ഒരുപാട് കാലം ജീവിച്ച, ഒരുപാട് കാലം എൻ്റെ അച്ഛനമ്മമാരോടൊപ്പം കൂടപ്പിറപ്പുകളോടൊപ്പം എൻ്റെ ചെറുപ്പകാല ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടിയ വീടാണ്. ഈ വീടിൻ്റെ ചിത്രം കാണുമ്പോൾ ഇപ്പോഴും മനസ്സിലൊരു നൊസ്റ്റാൾജിയ വരുന്നുണ്ട്. ഈ വീട് എങ്ങനെയാണ് ഉണ്ടായത് എന്നതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വലിയ അത്ഭുതം തോന്നും. ആ വീടിൻ്റെ നടുവിൽ കാണുന്ന ആ ചെറിയ പൊന്തി നിൽക്കുന്ന ഭാഗം, അത് മാത്രമായിരുന്നു കുറേ കാലം ഞങ്ങളുടെ വീട്. അതിൻ്റെ മുകളിലെ റൂഫ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഓടായിരുന്നില്ല. അന്ന് ഓല മേഞ്ഞിട്ടും പുല്ലും വൈക്കോല് മേഞ്ഞിട്ടും ഒക്കെയുള്ള ഒരൊറ്റ മുറി വീടായിരുന്നു. അങ്ങനെ ആ ഒറ്റ മുറിയിലാണ് ഞങ്ങൾ 5 മക്കളും ഉമ്മയും ബാപ്പയും ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബം ദീർഘകാലം ജീവിച്ചത്. പിന്നെ വാപ്പാക്ക് സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ടും അന്നത്തെ കാലത്തെ വരുമാനം കൊണ്ട് ഒരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു ഒറ്റമുറിയുടെ വീട്, ഓലമേഞ്ഞ വീടുണ്ടാക്കി. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ഓലമേഞ്ഞത് മാറ്റിയിട്ട് ഓട് മേഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന ഒരു താഴിവര എന്ന് പറയും, താഴോട്ട് ഉള്ള മറ്റേ ഒരു റൂം കൂടെ ഉണ്ടാക്കുന്നു. അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിഞ്ഞ് മുന്നിലേക്ക് ഒരു വരാന്ത പോലെ മറ്റൊരു താഴിവര ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് മറുഭാഗത്ത് അടുക്കള അല്പം ഒന്ന് വലുതാക്കി കുറച്ചും കൂടെ നീട്ടി വേറെ ഒരു വികസനം നടത്തുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി വികസിപ്പിച്ചെടുത്ത വീടിൻ്റെ അവസാനത്തെ രൂപമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന സമയത്ത് ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നില്ല. ഈ വീട് ഞങ്ങൾ ഉപേക്ഷിച്ച് പോയ സമയത്ത് എടുത്ത ഫോട്ടോ ആണിത്. ഈ വീട് പൊളിക്കാൻ തീരുമാനിച്ച് ഒഴിവാക്കി നമ്മൾ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, മലപ്പുറത്തേക്ക് താമസം മാറ്റുന്ന സമയത്ത് അവസാനം ആ വീടിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചതാണ്. പിന്നീട് ആ വീട് പൊളിച്ചു പോയി. ഞങ്ങളിങ്ങോട്ട് പോരുമ്പോൾ ആ വീട്ടിൽ നമ്മുടെ സുഹൃത്ത് താമസിച്ചിരുന്നു. കുറച്ചു കാലം അവർ താമസിച്ച അവരും പോയി. പിന്നീട് ആ വീട് പൊളിച്ചു കളഞ്ഞു. അത് പൊളിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള കുറച്ച് ഓട് അത് ഞാൻ വേറൊരു സുഹൃത്തിന്, വീട് വെക്കുന്ന വേറൊരു സുഹൃത്തിന് കൊടുത്തു. പിന്നെ ആ വീടുമ്മലുണ്ടായിരുന്നത് അതിൻ്റെ തട്ട് എന്ന് പറയും, നമ്മളതിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെയുള്ള തട്ട് പാകിയിരുന്നത് നല്ല മരം കൊണ്ടാണ്. ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു പ്ലാവ് മരം മുറിച്ചിട്ട് അതുകൊണ്ടാണ് തട്ടിൻ്റെ പലക ഉണ്ടാക്കിയത്. ആ തട്ട് പലകയുടെ മരം എൻ്റെ സഹോദരിയുടെ മകള് പനങ്ങാങ്ങര വീട് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് അവൾക്ക് കൊടുത്തു. അവളുടെ വീടിൻ്റെ ജനലും വാതിലൊക്കെ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. വേറെ ഒന്നും ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം വീടിൻ്റെ ചുമര് പോലും മണ്ണ് കൊണ്ട് പടുത്തുണ്ടാക്കിയതാണ്, കല്ലുകൊണ്ട് പടുത്തതല്ല. അപ്പോൾ ഒരു കല്ല് പോലും കിട്ടാനില്ല. ആകെ കിട്ടിയത് കുറച്ച് ഓടും പിന്നെ കുറച്ച് ഈ തട്ട് പാകിയ മരവും, ബാക്കിയെല്ലാം പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അതാണ് എൻ്റെ വീടിൻ്റെ ഒരു കഥ. ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ച് പോന്നിട്ട് ഇപ്പോൾ 10-25 വർഷമായി ഞങ്ങൾ മലപ്പുറത്ത് വേറെ വീട് വെച്ചു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന പുതിയ വീട്. ഈ വീട് വെക്കുമ്പോൾ നമുക്ക് പഴയ വീട്ടിൽ നിന്ന് ഒരു സാധനവും ഇതിന് ഉപയോഗിച്ചിട്ടില്ല. കാരണം അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഈ വീടിനെ കുറിച്ചുള്ള സെൻറ്റിമെൻറ്റ്സ് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ജനിച്ചത്, ഞങ്ങൾ കളിച്ച് വളർന്നത്, ഞങ്ങളുടെ കുടുംബം മൊത്തം ഒരുമിച്ച് ജീവിച്ചത്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈശവ, കൗമാര, യൗവന ദശകങ്ങളെല്ലാം കടന്നുപോയത് ഈ വീട്ടിലെയും ഈ വീടിൻ്റെ പരിസരത്തുള്ള പ്രകൃതി മനോഹരമായ ഒരു വയലിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഓർമ്മകളും ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു വീടാണ് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ പൊളിച്ചു കളയുകയും പിന്നീട് ആ വീട് നിൽക്കുന്ന സ്ഥലം തന്നെ ഞങ്ങൾ വിറ്റു, അവിടെ വേറെ ആൾ വീട് വെച്ചു, ഇങ്ങനെ ഇല്ലാതാക്കി കളഞ്ഞു. എന്നാൽ ആ വീട് ഉപേക്ഷിച്ച് നമുക്ക് താമസിക്കാൻ ഇടമില്ലാതെ നമ്മളിങ്ങനെ അലയുകയാണോ ചെയ്തത്? അല്ല. ആ വീട് ഉപേക്ഷിച്ച് നമ്മൾ മലപ്പുറത്തേക്ക് പോരുമ്പോൾ മലപ്പുറത്ത് നമുക്ക് വീടില്ല, സ്ഥലമില്ല. തൽക്കാലം നമ്മൾ എന്ത് ചെയ്തു? ഒരു വാടക വീട്ടിൽ താമസിച്ചു.
അങ്ങനെ 2-3 വർഷം വാടക വീട്ടിൽ താമസിച്ചു. മലപ്പുറത്ത് വീട് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം അന്വേഷിച്ചു. 1 വർഷക്കാലം അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയ സ്ഥലത്ത് പിന്നീട് നമ്മൾ 2000-ൽ ഒരു വീട് വെച്ചു. ആ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിക്കൊണ്ട് കുറച്ച് വർക്ക് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഞാനിത് പറയാൻ കാരണം നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പറഞ്ഞതിലൂടെ ഒന്ന് ലളിതമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് മതം എന്ന് പറയുന്ന ഈ വിശ്വാസ സംഹിത, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമ, കർമ്മശാസ്ത്ര, ധാർമ്മിക സങ്കല്പങ്ങളുടെ ഒരു ആകത്തുകയോ ഒരു പാക്കേജാണല്ലോ മതം എന്ന് പറയുന്നത്. ഈ പാക്കേജിനകത്ത് ഒരുപാട് അബദ്ധങ്ങളുണ്ട് എന്നും ഇത് അങ്ങേയറ്റം കാലഹരണപ്പെട്ടതാണെന്നും ഇത് ജീർണിച്ചതാണെന്നും ഇത് ഇനി മനുഷ്യർക്ക് ആവശ്യമില്ല എന്നുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? ഇതിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞത്. ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇത് പൊളിഞ്ഞു വീഴാറായിരിക്കുന്നു, ഇത് കാലഹരണപ്പെട്ടതായിരിക്കുന്നു, ഇതിൽ ഇനിയും താമസിക്കുന്നത് നമുക്ക് അപകടകരമാണ് എന്ന് ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലേ ആ വീടിൽ നിന്ന് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ ആ വീട് പൊളിച്ചു പണിയുകയോ അതല്ലെങ്കിൽ ആ വീട് ആവശ്യമായ റിപ്പയർ നടത്തുകയോ ചെയ്യുകയുള്ളൂ. എന്നാൽ ഈ വീട്ടിൽ താമസിക്കുന്ന കുറേ ആൾക്കാർ പറയുകയാണ്, ഈ വീടിന് ഒരു കുഴപ്പമില്ല, ഇത് നമ്മുടെ വാപ്പ ഉണ്ടാക്കിയതാണ്, വാപ്പാൻ്റെ കാലം മുതലേ ഉള്ളതാണ്, ഇത് നിങ്ങൾ പറയുന്ന യാതൊരു കുഴപ്പമില്ല, ഇത് കാലാകാലം നിലനിൽക്കും, വേണമെങ്കിൽ നമുക്ക് അവിടെ ലേശം പെയിൻ്റ് അടിച്ചാൽ മതി, ഇവിടെ പെയിൻ്റ് അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ശാഠ്യം പിടിച്ച് അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ വീടിൻ്റെ മേൽക്കൂര പൊട്ടി വീഴാറായി നിൽക്കുന്നു, അപ്പുറത്ത് അതിൻ്റെ ചുമര് പൊളിഞ്ഞ് വീഴാറായിരിക്കുന്നു. അങ്ങനെ ഏത് നിമിഷവും മൊത്തമായി നിലംപൊത്താവുന്ന അവസ്ഥയിൽ വളരെ അപകടകരമായ രീതിയിലാണ് ആ വീട് നിൽക്കുന്നത് എന്ന് അല്പം യുക്തിബോധവും ശാസ്ത്രബോധവും ഉള്ള ആ കുടുംബത്തിലെ ഒരംഗം പുറത്തിറങ്ങി നിന്നിട്ട് പറയുമ്പോൾ അകത്തുള്ളവരതൊന്നും സമ്മതിക്കുന്നില്ല. അവരിതിൻ്റെ പോലീസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഓരോ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതാ അവിടെ കണ്ടില്ലേ പൊട്ടി വീഴാറായത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ടൊരു മുട്ട് കൊടുക്കുക. അവിടെ ഒരു മുട്ട് കൊടുത്തിട്ട് ഇനിയൊരു കുഴപ്പമുണ്ടാവില്ല എന്ന രീതിയിൽ നമ്മൾ അത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്ത് പൊളിഞ്ഞു വീഴാറായത് കാണിക്കുമ്പോൾ അവിടെ വേറൊരു മുട്ട് കൊണ്ടു കൊടുക്കുക. ഈ മുട്ട് കൊടുക്കലാണ് ഈ ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ. അങ്ങനെ വ്യാഖ്യാന കസർത്തുകൾ കൊണ്ട് കുറേ മുട്ടുകൾ കൊടുത്തിട്ട് ഇതിനെ താങ്ങി നിർത്തുകയാണ്. പിന്നെ നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും പൊട്ടിയതും പൊളിഞ്ഞതും ജീർണിച്ചതുമായിട്ടുള്ള സാധനങ്ങളുടെ മേലിൽ പുതിയ പുട്ടി അടിക്കുക, പുതിയ പെയിൻ്റ് അടിക്കുക, എന്നിട്ട് ഇത് കണ്ടോ എന്തൊരു ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെയും ഈ വീട്ടിനകത്തുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുക. ഈ പണിയാണ് ഇപ്പോൾ ഈ മതം സംരക്ഷിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഇത് പൂർണ്ണമായി തന്നെ ജീർണിച്ചിരിക്കുന്നു, അപകടകരമായ രീതിയിൽ പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഇത് കണ്ടോ ഈ കല്ല് എത്ര നല്ലതാണ്, ഈ മരം എത്ര നല്ലതാണ്, അതിൻ്റെ ആ കഷ്ണം എത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഓരോ കഷ്ണങ്ങൾ നല്ലതാണെന്ന് കാണിക്കുകയാണ്. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വീട് പൊളിച്ചപ്പോൾ കിട്ടിയ ഓടും പൊളിച്ചപ്പോൾ കിട്ടിയ മരവും വേറെ 2 പേർക്ക് വീടുകൾ ഉണ്ടാക്കാൻ നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു പഴയ വീട് ജീർണിച്ച് തലക്ക് വീഴാറായ ഒരു വീട് പൊളിച്ച് കളയുമ്പോൾ അതിനകത്ത് നല്ലൊരു കല്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല മരക്കഷ്ണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല ഓടുകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാം. അതെടുത്തിട്ട് നമുക്ക് പുതിയ വീടുണ്ടാക്കുമ്പോൾ അതിലുമ്പോൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വീടുണ്ടാക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം. അതിന് നമ്മൾ തടസ്സമല്ല. ഇപ്പോൾ ഒരു മതത്തിനകത്ത് കുറച്ച് നന്മകളുണ്ട്, കുറച്ച് നല്ല കാര്യങ്ങൾ ഒരു മതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് എടുക്കാം. പൂർണ്ണമായിട്ട് നമുക്ക് തള്ളണമെന്നില്ല. പക്ഷേ മൊത്തത്തിൽ ജീർണിച്ച 99% ജീർണിച്ച ഒരു സാധനത്തെ നമ്മൾ 1-2 സാധനങ്ങൾ നല്ലതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലനിർത്തുന്നത് അപകടകരമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വീട് പൊളിക്കണം എന്നുള്ള തിരിച്ചറിവ് ആ വീട്ടിൽ താമസിക്കുന്നവരിൽ ഉണ്ടാക്കുക എന്നതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. ഇതിനൊരു കുഴപ്പവുമില്ല, ഇത് പൊളിഞ്ഞു ചാടാൻ പോകുന്നില്ല, ഇതിങ്ങനെ സുരക്ഷിതമായിട്ട് ലോകാവസാനം വരെ നിൽക്കും, നല്ല വീടാണ്, കാരണം ഇത് നമ്മൾ പാരമ്പര്യമായി നമ്മുടെ ബാപ്പയും വല്യാപ്പയും ഒക്കെ ഉണ്ടാക്കിയ വീടാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം.
അങ്ങനെ പറയാൻ പാടില്ല. ഇത് പാരമ്പര്യമായിട്ട് അവരുണ്ടാക്കിയതാണ് ഇവരുണ്ടാക്കിയതാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ശാസ്ത്രീയമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇത് ജീർണിച്ചിട്ടുണ്ടോ, ഇതിന് ഇനി എത്ര കാലം നിലനിൽക്കാൻ കഴിയും, ഇത് അപകടമുണ്ടാക്കുന്നതാണോ എന്ന് പരിശോധിക്കാനും അത് അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ തൽക്കാലം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും ആ വീട്ടിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നവരെ തയ്യാറാക്കുക എന്നതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. ആ പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം ആ പ്രശ്നമുണ്ട് എന്ന് ആ പ്രശ്നത്തിൻ്റെ ഗുണഭോക്താക്കളോ അല്ലെങ്കിൽ അതിൻ്റെ ഇരകളോ ആയിട്ടുള്ള ആളുകൾ തിരിച്ചറിയണം എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീ പുരുഷ വിവേചനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ സ്ത്രീ പുരുഷ തുല്യത ആവശ്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നിലവിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ മാറ്റാൻ അവർ തയ്യാറാവുള്ളൂ. ഇപ്പോൾ ജനറൽ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൂടത്തായും നമ്മുടെ രണ്ടത്താണിയും ഒക്കെ വന്നിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടതാണ്. അവരങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് പാരമ്പര്യമായിട്ട് 7-ാം നൂറ്റാണ്ട് മുതലേ ഞങ്ങൾ കൊണ്ടുവരുന്നൊരു സാധനമാണ്, ഇതിനൊരു കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്. പക്ഷെ അതിന് കുഴപ്പമുണ്ട്. അങ്ങനെയല്ല ഇന്ന് ലോകം, അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഇവിടെ ആണും പെണ്ണും തുല്യമായിട്ടുള്ള അവകാശങ്ങളുള്ളവരായിരിക്കണം. അതാണ് അവകാശങ്ങളാണ്, സാമൂഹ്യ ജീവിതത്തിലെ അവകാശങ്ങളാണ് നമ്മൾ തുല്യമായിരിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ആണും പെണ്ണും ശാരീരികമായിട്ട് തുല്യമാവണം എന്നല്ല. അങ്ങനെയൊക്കെയാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. ഇതേപോലെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഒരു അസന്തുലിതത്വം ഈ മേഖലയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ പ്രശ്നം. അത് തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ കാരണങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പരിഹാരങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെയും അത് തന്നെയാണ്. മതം കാലഹരണപ്പെട്ടതാണ് എന്ന് മതവിശ്വാസികൾ തിരിച്ചറിയുക എന്നതാണ് മതം പരിഷ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ മതത്തെ പൊളിച്ച് പകരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനോ ഒക്കെയുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ഇനി ഈ വീട് പൊളിച്ചാൽ നമ്മൾ തെരുവിലാകുമെന്ന് പറയുന്നു. ഒരിക്കലും നമ്മൾ തെരുവിലാവില്ല. ഈ വീട് പൊളിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് വേറെ വീട് വെക്കുന്നതിനെക്കുറിച്ചുള്ള പ്ലാൻ മനസ്സിൽ വെക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന്, ഇപ്പോൾ പൊളിക്കുന്ന വീട്ടിൽ നിന്ന് എന്തെങ്കിലും നല്ല സാധനം പുതിയ വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ, പുതിയ വീട് വെക്കുമ്പോൾ ആവശ്യമുള്ളതാണെങ്കിൽ നമുക്കത് എടുക്കാം. അങ്ങനെ ഒരു വീടിൻ്റെ പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കി ഈ വീട്ടിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ബദൽ സംവിധാനങ്ങളുണ്ട്. നമുക്ക് വാടക വീട്ടിൽ താമസിക്കാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ താമസിക്കാം. അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം നമ്മൾ എവിടെയാണോ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടുത്ത് ഒരു താൽക്കാലിക ഷെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ താമസിക്കാം. ഇങ്ങനെ പല പരിഹാര മാർഗങ്ങളും ഉണ്ട്. അതല്ലെങ്കിൽ നമുക്കൊരു പുതിയ വീട് പെട്ടെന്ന് വാങ്ങാം. ഇപ്പോൾ റെഡിമെയ്ഡ് വീടുകൾ തന്നെ കിട്ടാണ്ട് ഇഷ്ടം പോലെ. മതത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇപ്പോൾ നിങ്ങൾ ഇസ്ലാം മതം കാലഹരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ പോകും എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയും പോകണ്ട. നമ്മൾ ഇപ്പോൾ തന്നെ നല്ലൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ധാർമ്മിക സംഹിതകളും നിയമസംഹിതകളും ചട്ടവട്ടങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മളിവിടെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു പ്രശ്നവുമില്ല. ഇവിടെ നമുക്ക് ഏത് കാര്യത്തിലാണ് ഒരു മതം അത്യാവശ്യമായിട്ട് വരുന്നത്? ഞാൻ എൻ്റെ 45-50 വർഷം മുമ്പ് എൻ്റെ വീട് പൊളിച്ചിട്ട് പോന്ന ആളാണ്. ഏത് വീട്? ഈ മതമാകുന്ന വീട്, മറ്റേ വീടല്ല. അത് പൊളിച്ചിട്ട് എനിക്ക് ആ മതമില്ലാത്തത് കൊണ്ട്, മതവിശ്വാസം ഇല്ലാതായതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കപ്പെട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. മറിച്ച് ആ വിശ്വാസം പേറിയിരുന്ന കാലത്തുണ്ടായിരുന്ന അന്തസംഘർഷങ്ങളും ബേജാറുകളും എല്ലാം ഇല്ലാതാവുകയും വലിയ ഒരു ആശ്വാസത്തിൻ്റെ ലോകത്തേക്ക് എത്തുകയുമാണ് ചെയ്തത്. പേടിയില്ലാതായി. മരണത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ശിക്ഷയെക്കുറിച്ച്, ദൈവത്തിൻ്റെ നരകത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ് എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നത്, എൻ്റെ സമാധാനം കെടുത്തിയിരുന്നത്, എൻ്റെ സന്തോഷങ്ങളെ ഇല്ലാതാക്കിയിരുന്നത്, എനിക്കൊരാശ്വാസം തരാതിരുന്നത്. ആ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിയതോടുകൂടി വളരെ ഫ്രീ ആയിട്ട് തലയിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കിയിട്ട് സ്വച്ഛമായ വായു ശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഭാരം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാതാവുകയല്ല ചെയ്യുന്നത്, നമുക്ക് വലിയ ആശ്വാസം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വീട് പൊളിച്ച് മാറ്റാവുന്ന വിധത്തിൽ ജീർണിച്ചതാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്. സ്വന്തമായി പുതിയ വീട് വെക്കാം,
അല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഒരു വീട്, റെഡിമെയ്ഡ് വീട് വാങ്ങാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് തിരഞ്ഞെടുത്ത് വാങ്ങാം. തൽക്കാലം നമുക്ക് ബന്ധുവീട്ടിൽ താമസിക്കാം, ഷെഡ് കെട്ടി താമസിക്കാം. ഇങ്ങനെ പല ഓപ്ഷൻസും നമ്മുടെ മുമ്പിൽ. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവും സൗകര്യവും അനുസരിച്ച് സ്വീകരിക്കാം. നിങ്ങളിപ്പോൾ ഇസ്ലാം മതം അങ്ങോട്ട് ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ പിന്നെ യാതൊരു തലയും പാലും ഇല്ലാതെ നൂല് പൊട്ടിയ പട്ടം പോലെ അങ്ങ് പറക്കണം എന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ശരിയെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇന്ത്യൻ ഭരണഘടന തെറ്റെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ നിങ്ങൾ ആരും ഒന്നും ഉപദ്രവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ വീടില്ലാത്തൊരവസ്ഥ ഇവിടെ ഇല്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയൊന്നും പോരാ, നിങ്ങൾ പൊളിച്ച വീടിന് പകരം അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു വീട് വേണം എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരു മതവും ഇല്ലാത്ത ഒരാൾക്ക് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. മതം ഉപേക്ഷിച്ച് പുറത്തു വന്ന ഒരാൾക്ക് ഇവിടെ കാണുന്ന എല്ലാ മതങ്ങളും മതമല്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, അതിനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വന്നു. ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വന്ന ആൾക്ക് അയാളുടെ ജീവിതത്തിൽ അയാൾ നേരിടേണ്ട ഓരോ ഇഷ്യൂസ് വരുമ്പോഴും തൽക്കാലം അയാളെ പോലീസ് പിടിക്കാനൊന്നും പോകുന്നില്ലല്ലോ. മതം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലായതുകൊണ്ട് ആരും പോലീസ് പിടിക്കാനോ തലവെട്ടാനൊന്നും പോകുന്നില്ല. അയാൾക്ക് ഇവിടെ ജീവിക്കാം. ഇവിടെ ജീവിച്ചുകൊണ്ട് തന്നെ അയാളുടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ മതം ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം അയാൾക്കൊരു പരിഹാരം കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ് എന്ന് അയാൾ ഉപേക്ഷിച്ച മതത്തിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അയാൾക്ക് അന്വേഷിക്കാം, അയാൾക്കത് എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വീട് പൊളിക്കുമ്പോൾ അതിനകത്ത് മരത്തിൻ്റെ കഷ്ണം നല്ലത് കിട്ടിയെങ്കിൽ ആ മരക്കഷ്ണം നമുക്ക് പുതിയ വീടിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു, നമുക്ക് ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് ആ മതത്തിലൂടെ പരിഹാരം കണ്ടിരുന്നത് നമുക്ക് പരിഹാരം കാണാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല എങ്കിൽ നമ്മൾ വേറെ മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ ആ മതത്തിലേതാണ് ഏറ്റവും ശരി എന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് ആ മാർഗം തന്നെ സ്വീകരിക്കാം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. എല്ലാ മതങ്ങളിലും നന്മയുണ്ട് എന്നിപ്പോൾ ഉസ്താദുമാർ തന്നെ പറയാൻ തുടങ്ങി. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങളിലും നന്മയുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മതങ്ങളിൽ നിന്നും ആവശ്യമുള്ള നന്മകളെല്ലാം പെറുക്കിയെടുത്തിട്ട് ഏറ്റവും നല്ലൊരു മതം ഉണ്ടാക്കിക്കൂടെ? അതാണല്ലോ ആരിഫ് ഹുസൈൻ അവിടെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനാണ് നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മതങ്ങളിലും നന്മയുണ്ടെങ്കിൽ എല്ലാ മതങ്ങളിലെയും നന്മകൾ എടുക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് പുതിയൊരു മതമോ അല്ലെങ്കിൽ മതമല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രമോ ഉണ്ടാക്കാം. ഇനി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്ക് ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ആ ഇഷ്യൂ മാത്രം പരിഹരിക്കാൻ ഏത് മതത്തിൽ നിന്ന് എടുക്കേണ്ടതാണ് നല്ലത് എന്ന് നോക്കിയിട്ട് അന്നേരം അത് എടുത്താൽ പോരെ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുന്നു, ആ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെയാണ് ആ പ്രശ്നം എങ്ങനെയാണ് ആ മതത്തിൽ പരിഹരിക്കുന്നത്, മറ്റേ മതത്തിൽ എങ്ങനെ പരിഹരിച്ചത്, അല്ലെങ്കിൽ മതമില്ലാത്ത ഈ പ്രത്യയശാസ്ത്രത്തിൽ എങ്ങനെ പരിഹരിക്കുന്നത് എന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രശ്ന പരിഹാരം ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എടുത്താൽ മതി. അപ്പോഴും നിങ്ങൾക്ക് ജീവിക്കാം. അപ്പോൾ ഒരു മതവും ഇല്ലാത്ത ആൾക്ക് എല്ലാ മതങ്ങളിലെയും നന്മകളെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചുകൂടെ? അപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ നിങ്ങൾക്ക് ഒരു പഴയ പൊളിച്ച മതം തന്നെ പേറിക്കൊണ്ട് നടക്കണമെന്ന ശാഠ്യം പിന്നെ എന്തിനാണ്? അപ്പോൾ വീട് പൊളിച്ചു എന്ന് പറഞ്ഞു പകരം വീടില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു അനലോഗി കൊണ്ടുവരുന്നതാണ്. നമ്മൾ വീട് ആദ്യം ഇങ്ങോട്ട് പൊളിക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് എയറിലേക്ക് പോവുക എന്നല്ല നമ്മൾ പറഞ്ഞത്. ഈ വീട് ജീർണിച്ചതാണ്, ഇതിന് ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇതിൽ താമസിച്ചാൽ ഇന്ന അപകടങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ വീട് ഒന്നുകിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കുക. പക്ഷേ ഇത് റിപ്പയർ ചെയ്യാൻ പോലും പറ്റാത്തത്ര ഇതിൻ്റെ പൂർണ്ണമായും ദ്രവിച്ച ഒരു സാധനമാണ്, അതുകൊണ്ടത് പൊളിച്ച് വേറെ പണിയുക എന്നാണ് നമ്മൾ പറയുന്നത്. അതല്ലെങ്കിൽ പൊളിച്ചിട്ട് നിങ്ങൾ വേറെ വീട്ടിലേക്ക് താമസം മാറുക എന്നാണ് നമ്മൾ പറയുന്നത്. അത് പറയുമ്പോൾ അയ്യോ ഈ വീടിനൊരു കുഴപ്പമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുകൾ കൊടുത്ത് താങ്ങിയിട്ടും പെയിൻ്റ് അടിച്ചിട്ട് ആളെ കബളിപ്പിച്ചിട്ടും ഈ ഇതിനകത്ത് തന്നെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് മതവിശ്വാസികൾ ചെയ്യുന്നത്. അത് അപകടമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അത് പൊളിക്കണം എന്നുള്ളത്, അത് ജീർണിച്ചതാണ് എന്നുള്ളത് ഇതിനകത്ത് തള്ളിപ്പിടിച്ചവരെ തിരിച്ചറിയിക്കുക എന്ന, എല്ലാവർക്കും അങ്ങനത്തെ ഒരു തിരിച്ചറിവുണ്ടാക്കുക എന്ന പ്രാഥമിക കടമയാണ് നമ്മൾ ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നത് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ മതം ഒരു വീടാണെങ്കിൽ നിങ്ങളുടെ വീട് മാത്രമല്ലല്ലോ ഇവിടെ, അതിനേക്കാളും ഉറപ്പുള്ളതും അതിനേക്കാളും നല്ലതുമായിട്ടുള്ള അതിനേക്കാളും പാരമ്പര്യമുള്ളതും ഒക്കെ ആയിട്ടുള്ള എത്രയോ വീടുകൾ നമുക്ക് ചുറ്റുമില്ലേ? ആയിരക്കണക്കിന് മതങ്ങൾ ഇപ്പം തന്നെ ലോകത്തുണ്ട്. 10,000കണക്കിന് മതങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്, കുറേ മരിച്ചു പോയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു മതം നല്ലതാണ് എന്ന് പരിശോധിച്ചിട്ട്, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു മതത്തിലെ ഏതെങ്കിലും ഒരു കാര്യം നല്ലതാണ് എന്ന് കണ്ടെത്തിയിട്ട് അതൊക്കെ എടുത്താൽ പോരെ നമുക്ക്.
നമുക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ? സന്തോഷമായിട്ട് ജീവിച്ചുകൂടെ? മനുഷ്യർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതെ നന്മകൾ ചെയ്ത് ജീവിച്ചുകൂടെ? നന്മകൾ ചെയ്യാൻ നമുക്ക് ഈ ദൈവങ്ങളുടെയും മതങ്ങളുടെയും ഈ ജീർണിച്ച കഥകൾ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏകദേശം ഞാൻ ഇതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒരു വീട് പൊളിച്ചാൽ പകരം വീട് വാങ്ങുകയോ തൽക്കാലം ഷെഡ് കെട്ടി താമസിക്കുകയോ മറ്റേതെങ്കിലും വീട്ടിലേക്ക് താമസം മാറുകയോ വാടക വീട്ടിൽ താമസിക്കുകയോ ഒക്കെ ചെയ്യാം. അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ പുതിയ വീടുണ്ടാക്കാം. പുതിയ വീടുണ്ടാക്കുമ്പോൾ പഴയ വീടിൻ്റെ ജീർണതകളെല്ലാം, പഴയ വീടിൻ്റെ അസൗകര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന ഒരു പുതിയ വീട് നമുക്ക് സ്വന്തമായി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാം. മനുഷ്യരാശി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീടുകളും അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ വീണ്ടും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളുമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെയാണ് നമ്മൾ നിങ്ങളുടെ കയ്യിൽ കിതാബുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ ചില കിതാബുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് അതാണ്. അതിലൊന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് മനോഹരമായ ഒരു കിതാബുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഭരണഘടന എന്ന് പറയുന്ന കിതാബ് അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഈ ഭരണഘടന കുറ്റമറ്റതാണ് എന്ന് നമ്മൾ പറയുന്നേ ഇല്ല. അതിലെ കുറ്റങ്ങൾ തീർക്കാനുള്ള അവകാശങ്ങളും നമുക്ക് അതേ ഭരണഘടന വകവെച്ച് തരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഭരണഘടനയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അതിങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ലോകമാകെ മനുഷ്യർ അംഗീകരിക്കുന്ന ചില കിതാബുകളുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ UDHR ഒക്കെ എടുത്ത് പറയുന്നത്. ഇനിയിപ്പോൾ ഈ UDHR ലോകാവസാനം വരെ മാറ്റം വരുത്താത്ത സാധനമാണോ? അല്ല. അതും മാറ്റങ്ങൾ വരുത്താവുന്നതും വികസിപ്പിക്കാവുന്നതും കൂട്ടിച്ചേർക്കാവുന്നതും ഒഴിവാക്കാവുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യനിർമ്മിതമാണതെല്ലാം. മനുഷ്യനിർമ്മിതമായതുകൊണ്ട് തന്നെ അത് മാറ്റങ്ങൾക്കും വികസനത്തിനും വിധേയമാകും, പരിണാമത്തിന് വിധേയമാകും. നമുക്കിങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച്, ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, സമൂഹം വികസിക്കുന്നതിനനുസരിച്ച് ഈ വീടുകളൊക്കെ നമുക്ക് പുതുക്കി പണിതുകൊണ്ടേയിരിക്കാം. ഈ ജീർണിച്ച പഴയ വീട് യാതൊരു പുതുക്കി പണിയലും പാടില്ല എന്ന് പറയുന്ന വീടുകളിൽ താമസിക്കുന്നത് അപകടകരമാണ്. മറിച്ച് ഈ പുതിയ വീടുകൾ ഉണ്ടാക്കുകയും വികസിപ്പിക്കുകയും മോഡിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് വീടില്ലാത്ത അവസ്ഥയില്ല, നമുക്ക് തെരുവിലാകുന്ന അവസ്ഥയും ഇല്ല. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വരാം.